സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് സുബഹി നിസ്കാരം കിട്ടിയില്ല. ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായിപ്പോയി. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതെ ഞാൻ ഹാളിൽ കുത്തിയിട്ടേക്കുമായിരുന്നു ഫോണ്. അപ്പം അലാറം അണ്ണൻ്റെ ഫോണിലാണ് വെച്ചിരുന്നത്. അണ്ണൻ അലാറം അടിച്ചപ്പോൾ ഓഫാക്കി. ഞാൻ പക്ഷേ അന്നേരം ഉണർന്നു. ഉണർന്നിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു മൂവി കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. സാറ്റർഡേ സൺഡേ നമ്മൾ ഓരോ മൂവി കാണാറുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തെങ്ങും പോകാറില്ല. അങ്ങനെ ഓരോ മൂവി കണ്ടുകൊണ്ടിരുന്നു. അപ്പം ആ സിനിമയുടെ പേര് പരിമളം എന്നങ്ങാണ്ട ജയറാമേട്ടൻ്റെ ഫിലിമാണ് കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു. ത്രില്ലറും കോമഡിയും കൂടെ. അപ്പം അണ്ണ എന്നോട് പറഞ്ഞു പകുതിയായപ്പോഴും നമുക്ക് പോയി കിടക്കാമെന്ന്. ഞാൻ കേട്ടില്ല, കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിസ്കാരം പോയി കിട്ടി കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് അരി അടുപ്പത്തിടാനുള്ള വെള്ളമെല്ലാം വെച്ചു. അരിയൊക്കെ അടുപ്പത്തിട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് സാമ്പാറിനുമായിട്ട് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ പയറാണ് തോരനായിട്ട് അരിയുന്നത്. അപ്പം അതും തോരനായിട്ട് അങ്ങ് അടുപ്പിൽ വെച്ചു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നീ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കും. ഞാൻ കട്ടൻ ചായ കുറച്ചേ കുടിക്കാറുള്ളൂ. കട്ടൻ കാപ്പിയോ ചായയോ കുടിക്കും. ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ. പക്ഷെ അത് നല്ല ശീലമല്ലെന്നും പറഞ്ഞ് അണ്ണ എപ്പോഴും എന്നെ വഴക്ക് പറയും കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നേരെ ഫ്രണ്ടിൽ വന്ന് കതക് തുറന്ന് ഞാൻ കുറച്ച് വ്യൂ ഒക്കെ കാണും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും ആ കാക്ക ഇങ്ങനെ പറന്നു പോകും. ഇല്ലെങ്കിൽ ആ കാക്ക വന്ന കമ്പിലിരിക്കുന്ന കാണാം കേട്ടോ. അങ്ങനെ പിന്നെ സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കടുകൊക്കെ താളിച്ചൊഴിച്ച് ഈ പാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ച കേട്ടോ. ടൗണിൽ നിന്ന് വാങ്ങിച്ചത് 140 രൂപയായ വില. നല്ലതാണ് കേട്ടോ. നമുക്ക് പിന്നെ മറ്റേത് ഞാൻ ചീനിച്ചട്ടിക്കകത്തായിരുന്നു കടുക് പൊട്ടിക്കുന്നത്. പിന്നെ അത് പിടിക്കാനും എടുക്കാനും ഒഴിക്കാനും ഒക്കെ പാടാം. പക്ഷേ ഇതിപ്പോൾ നല്ല സിമ്പിളായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കിഴങ്ങ് ഞാനും മെഴുക്കുവരട്ടിക്കായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഇറങ്ങി ഓടിപ്പോകുന്നത് താഴെ അക്കാട് അവിടെ മാവ് എടുക്കാനായിട്ട്. മാവ് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു കേട്ടോ. വീട്ടിലെ ഫ്രിഡ്ജ് കേടായി. നമ്മളിപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഒരു വർഷമായി. കാരണം നമ്മുടെ പാല് കാച്ചിന് കിട്ടിയ ഫ്രിഡ്ജായിരുന്നു. വേൾപൂളിൻ്റെ കമ്പനി ഇങ്ങനെ ആകുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തു ആയാലും ഇപ്പം 1-2 തവണ ഫ്രിഡ്ജ് കേടായി. ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ എർത്തായി. അപ്പം നമ്മൾ ഫ്രിഡ്ജ് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ശരിയാക്കിയെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ട് വെച്ചതാണ്. പിന്നെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അണ്ണൻ പറഞ്ഞു വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മളോട് പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എർത്തടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജ് അവിടെ തന്നെ അവരുടെ കടയിൽ തന്നെ കൊണ്ടിട്ടേക്കോ. ശരിയാക്കി തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ പിന്നെ ഇൻഷാ അള്ളാ നോക്കിയിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ എനിക്കൊരു അബദ്ധം ഇന്നലെ പറ്റിയിട്ടുണ്ടായിരുന്നേ. ഞാൻ എന്നും ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ചിക്കൻ 2-3 പീസും കാലും കൂടെ എടുത്ത് പുരട്ടി വെക്കും കുഞ്ഞുങ്ങൾക്ക് രാവിലെ പൊരിച്ച് കൊടുത്ത് വിടാൻ വേണ്ടി കേട്ടോ. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ മറന്നു. ഒന്നാമത്തെ കാര്യം ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മളിത് ഓർത്ത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഫ്രിഡ്ജും ഇല്ല, ഞാൻ മറന്നുപോയി. പിന്നെ കറിയിൽ നിന്ന് 2-3 പീസ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ പൊരിച്ച് കൊടുത്ത് വിട്ടത്. പിന്നെ തോരനൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് വെക്കും. അതായത് ഒരുപാട് പാത്രം അപ്പോൾ കഴുകേണ്ടി വരത്തില്ല. അപ്പോൾ ആ ചീനിച്ചിട്ട് തന്നെ കഴുകിയിട്ട് ഞാൻ അടുത്ത മെഴുക്കുവരട്ടിയോ ഫ്രൈയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴിയേണ്ടി വരത്തില്ല. പിന്നെ വേസ്റ്റ് എല്ലാം ഉള്ളത് ആ ബാസ്ക്കറ്റിലോട്ട് ഇട്ട് ഞാൻ അപ്പുറത്ത് അയ്യത്തോട്ട് അങ്ങ് കൊണ്ട് കളയാൻ പോവാണ് കേട്ടോ. അപ്പം രാവിലെ ഓരോരോ ജോലികൾ അങ്ങ് ഒതുക്കും. അവർ പോകുന്നതിന് മുമ്പ് മാക്സിമം. പിന്നെ അവർ പോയിക്കഴിഞ്ഞാൽ പാത്രം കഴുകാൻ കാണും കേട്ടോ. അത് ഭയങ്കര പണി. ഇത്രയും പാത്രം എവിടെ നിന്നാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ദോശ ചുട്ടെടുക്കുവാണ് കേട്ടോ. ദോശ മോൾക്ക് കുഞ്ഞു കുഞ്ഞു ദോശ വേണമെന്ന് പറയും. അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ തുണി കഴുകാനുണ്ട്. ഇന്നലെ ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു. മെനഞ്ഞാന്ന് മാത്രമേ കഴുകുള്ളൂ. ഇന്നലെ മഴയായെന്നും പറഞ്ഞ് ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വാഷിംഗ് മെഷീനിലോട്ടിട്ട് അപ്പോഴത്തേക്കിനും എൻ്റെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇങ്ങനത്തെ ഒക്കെ ജോലിയൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കിനും അവിടെ ചോറ് റെഡിയാവും. എങ്ങനെയായാലും ഞാൻ 9 മണിയാകുമ്പോഴത്തേക്കിനും എല്ലാ ജോലികളും ഒതുക്കി കുഞ്ഞുങ്ങൾക്കും അണ്ണനും പോകാനായിട്ട് ചോറും കെട്ടി മോൾക്ക് മുടി കെട്ടിക്കൊടുക്കണം. അവർ രണ്ടാളും യൂണിഫോം എല്ലാം സ്വന്തമായിട്ട് ഇട്ടോളും കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി ചോറും വെന്തു. ഇനി ചോറ് മാത്രം ലഞ്ചാക്കിയാൽ മതിയേ.